أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد സൂറത്തുൽ ഇഖ്ലാസ് മക്കിയത്തുൻ, അത് മക്കിയാണ്. ഫീ ഖൗലി ഇബ്നു മസ്ഊദിൻ വൽ ഹസൻ വ അതാഇൻ വ ഇക്രിമത വ ജാബിരിൻ. ഇബ്നു മസ്ഊദ്, ഹസൻ, അത്വാ, ഇക്രിമ, ജാബിർ എന്നിവരുടെ ഖൗല് പ്രകാരം അത് ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണ്. വ മദനിയത്തുൻ, അത് ഹിജ്റക്ക് ശേഷം ഇറങ്ങിയതാണ്. ഫി അഹദി ഖൗലി ഇബ്നു അബ്ബാസ് വ ഖതാദ വ ലഹാഖ് വ സുദ്ദി. ഇവരുടെ രണ്ടാളൊരു കൗല് പ്രകാരം അത് മദനിയാണ്. വഹിയ അർബഉ ആയാത്തിൻ, അത് 4 ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബി അങ്ങ് പറയുക, ഹുവ അവൻ അള്ളാഹു ആണ്, അഹദൻ അവൻ ഏകനുമാണ്. അവരാ ചോദിച്ചത് റബ്ബിനെപ്പറ്റി, നബിയുടെ റബ്ബിനെപ്പറ്റി അവർ ചോദിച്ചല്ലോ. ആ റബ്ബ് ആരാണ്? ഹുവ അവൻ അള്ളാഹു ആണ്, അഹദുമാണ്. അള്ളാഹു സമദ്, അള്ളാഹു സമദാണ്, അതായത് നിരാശ്രയനാണ്. ലം യലിദ് വലം യൂലദ്, ലം യലിദ് അവൻ എന്താക്കിയിട്ടില്ല, സന്താനത്തെ ഉണ്ടാക്കിയിട്ടില്ല. വലം യൂലദ് അവനെ പ്രസവിക്കപ്പെട്ടതല്ല, അവനെ ഉണ്ടാക്കപ്പെട്ടതുമല്ല. വലം യക്കുല്ലഹു അവനില്ല, കുഫുവൻ അഹദൻ ഒരാളും അവനോട് തുല്യനില്ല. വലം യക്കുൻ അഹദൻ കുഫുവൻ ലഹു എന്നാണ്. അത് നമ്മൾ വിശദീകരിക്കും പിന്നെ. വലം യക്കുൻ അഹദൻ കുഫുവൻ ലഹു, വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുമ്പോൾ ശരിക്കും പറയാം അങ്ങനെ, വലം യക്കുൻ അഹദൻ ഒരാളുമില്ല, കുഫുവൻ ലഹു അവനോട് തുല്യനായിട്ട് ഒരാളുമില്ല. ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ ഖൗല്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഖൗല്. അതായത് ഖുൽ നബി അങ്ങ് പറയുക, ഹുവല്ലാഹു അഹദ് അയിൽ വാഹിദുൽ വിത്തുറുന്ന്. അള്ളാഹു ആകുന്നത് അഹദാന്ന് പറഞ്ഞാൽ അൽ വാഹിദ് അൽ വിത്തുർ, അതായത് ഒറ്റയാണ്. ഒരാളാണ്, ഒന്നാണ്. അല്ലദീ ലാ ശബീഹ ലഹു അവനോട് തുല്യനില്ല. വലാ നദീറ ലഹു വലാ സാഹിബത്ത അവനെന്തില്ല, സ്വാഹിബത്തില്ല, അവന് കൂട്ടുകാരനില്ല. വലാ വലദ അവന് സന്താനമല്ല. വലാ ശരീക്ക് അവന് തുല്യനില്ല, പങ്കുകാരില്ല. വാസുലു അഹദൻ എന്നതിൻ്റെ അസുല് വഹദ എന്നാണ്. വാഹിദ് എന്ന് പറഞ്ഞില്ലേ, കുലിബത്തിൽ വാവു ഹംസത്തൻ. വഹദ എന്നതിലെ വാവിനെ മറിച്ച് ഹംസ ആക്കിയതാണ്. വമിൻഹു ഖൗലുൻ നാബിഗ, അതിനിപ്പോൾ തെളിവ് പറയാണ്. വമിൻഹു ഖൗലുൻ നാബിദിൽ ജലീലി അലാ മുസ്തഅനിസിൻ വഹദി എന്ന് പറഞ്ഞതുപോലെ, വഹദി എന്ന് വെച്ചാൽ അഹദിൻ എന്നാണെന്ന്. വഖദ് തഖദ്ദമ ഫി സൂറത്തി അൽ ബഖറ, സൂറത്തിൽ മുന്തിപ്പോയി. അൽ ഫർഖു ബൈന വാഹിദിൻ വാഹദിൻ, വാഹിദിൻ്റെയും അഹദിൻ്റെയും വ്യത്യാസം. വാഹിദ് എന്ന് പറഞ്ഞാലും അഹദ് എന്ന് പറഞ്ഞാലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സൂറത്തുൽ ബഖറയിൽ മുന്തി പറഞ്ഞിട്ടുണ്ട്. വഫി കിതാബിൽ അസ്ന ഫി ശരി അസ്മാൽ ഹുസ്ന ഐലൻ മുസ്തൗഫൻ. വഫി കിതാബിൽ അസ്ന എന്ന കിതാബിലും അതുതന്നെ ഫി ഷറഹി അസ്മാഇല്ലാൽ ഹുസ്ന, അതുതന്നെ അള്ളാഹിൻ്റെ അസ്മാഇൻ്റെ ഷറയിൽ പറഞ്ഞു. ഐലൻ വീണ്ടും മുസ്തൗഫൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി അഹദൻ മർഫു ആണ് കേട്ടോ. ഖുൽ ഹുവല്ലാഹു അഹദൻ എന്നതിൽ അഹദ് മർഫു ആണ്. അലാ മഅന ഹുവ അഹദൻ എന്നാണ്. ഹുവ അഹദൻ. അപ്പോൾ എങ്ങനെ പറഞ്ഞത്? അള്ളാഹു അഹദൻ ഏകനാണ്. അലാ മഅന ഹുവ വഖീല അൽ മഅന ഖുൽ നബി അൽ അംറു വശഅനു കാര്യം അള്ളാഹു അഹദൻ അള്ളാഹു ഏകനാണ്. വഖീല പറയപ്പെടാൽ മാന ഖുൽ നബി അങ്ങ് പറയും അൽ അംറു വശഅനു കാര്യമാകുന്നത് അള്ളാഹു അഹദൻ. അങ്ങനെ അപ്പോൾ ഹുവ എന്ന് നമ്മൾ എന്ത് ചെയ്യും? ആ നിലക്ക് വെക്കും. ഷഅന് അതുപോലെ തന്നെ അംർ എന്ന അർത്ഥത്തിന്. വഖീല പറയപ്പെട്ടു അഹദൻ എന്ന് ബദല മിൻ ഖൗലി അള്ളാഹു എന്ന ഖൗലിൽ നിന്ന് ബദലായിട്ട്. അപ്പോൾ എങ്ങനെ പറയാം? ഖുൽ നബി അങ്ങ് പറയുക ഹുവ അവനാകുന്നത് അള്ളാഹു ആണ്, അതായത് അഹദൻ ഏകനാണ്.
വഖീല അഹദൻ ബദൽ മിൻ അതാ പറഞ്ഞു. ഇനി ഖറ ജമാഅത്തുൻ അഹദുല്ലാന്ന് ബിലാ തൻവീന് കൂടാതെ തൊലബൻ ലിൽ ഖിഫത്ത് തേടിയിട്ട് വഫിറാമിൻ മിൻ ഇൽതിഖാഇ സൈക്കനൈൻ വമിൻഹു ഖൗലു ഷാർ വലാ ദാകിറല്ലാഹ ഇല്ലാ ഖലീല. അതവിടെ എന്താന്ന് ശ്രദ്ധിക്കണം. ഇനി അള്ളാഹു സമദാന്ന് പറഞ്ഞല്ലോ അടുത്ത ആയത്ത്. ഐ സമദിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു സമദാ ഐല്ലതി അവൻ ഒരുത്തനാണ് യുസ്മദു ഇലൈഹി അവനിലേക്ക് ഉദ്ദേശിക്കപ്പെടുന്നു ഫിൽ ഹാജാത്തി ആവശ്യങ്ങളിൽ. അപ്പോൾ ആവശ്യങ്ങളിൽ അവനിലേക്കാണ് ഉദ്ദേശിക്കപ്പെടുക എന്നാണ് പറഞ്ഞത്. അവനിലേക്ക് ഉദ്ദേശിക്കപ്പെടുന്നു ആവശ്യങ്ങളിലെല്ലാം. അപ്പോൾ നിരാശ്രയനാണ്, അവനെ എല്ലാവരും ആശ്രയിക്കുന്നു. കഥ റവൽ ലഹാഖ് ഇബ്നു അബ്ബാസ്, ഇപ്രകാരം ഇബ്നു അബ്ബാസിനെ തൊട്ട് ലഹാഖ് റിവായത്ത് ചെയ്തു. കാല അദ്ദേഹം പറഞ്ഞു അല്ലദീ യുസ്മദു ഇലൈഹി ഫിൽ ഹാജാത്തി ആവശ്യങ്ങളിൽ അവനിലേക്ക് ഉദ്ദേശിക്കപ്പെടും. കമാ കാല അസ്സ വജല്ല സുമ്മ ഇദാ മസ്സകുമുൽ ദുർറു ഫഇലൈഹി തജ്അറൂ എന്ന് പറഞ്ഞില്ലേ. അവർക്കൊരു പ്രയാസം എന്നാൽ അവനിലേക്ക് അവരെന്ത് ചെയ്യും? തജ്അറൂ എന്ന് പറഞ്ഞില്ലേ, അവനിലേക്ക് അണയും. കാല അഹ്ലുൽ ലുഗ ലുഗത്തിൻ്റെ അഹ്ലുകാർ പറഞ്ഞു അസ്സമദു സയ്യിദുല്ലദി യുസ്മദു ഇലൈഹി ഫിൻ നവാസിൽ വൽ ഹവായിജിന. അസ്സയ്യിദുല്ലദി സയ്യിദ് നേതാവ്, അല്ലതി എങ്ങനത്തെ നേതാവാണ്? യുസ്മദു ഇലൈഹി അവനിലേക്ക് ഉദ്ദേശിക്കപ്പെടും. പിന്നെ നവാസിൽ വൽ ഹവായിജി ആവശ്യങ്ങളിലും അതുപോലെ തന്നെ ആപത്തുകളിലൊക്കെ അവനിലേക്ക് ഉദ്ദേശിക്കപ്പെടുന്നു. അതാണ് പറഞ്ഞത്, അവനിലേക്ക് ലക്ഷ്യം വെക്കുക. ഇനി ഖാല അലാ ബക്കറന്നാഇ ബി ഖൈരിൻ ബനി അസദ് ബി അംരി ബിൻ മസ്ഊദിൻ വസയ്യിദി സമദി എന്ന് പറഞ്ഞല്ലോ. ഇനി വഖാല ഖൗമുൻ ഒരു ജനത പറഞ്ഞു അസ്സമദു അദ്ദായിമുൽ ബാഖീന. വഖാല ഖൗമുൻ ഒരു ജനത പറഞ്ഞു അസ്സമദു എന്ന് പറഞ്ഞാൽ അദ്ദായിമുൽ ബാഖി ശേഷിക്കുന്നവൻ, നിത്യമാകുന്നവൻ എന്നാണ് അർത്ഥം സമദിൻ്റെ അർത്ഥം. അല്ലദീ ലം യസൽ വലാ യസാലു, ലം യസൽ വലാ യസാലു അവനായിക്കൊണ്ടിരിക്കും. വഖീല പറയപ്പെടും തഫ്സീറു അതിൻ്റെ തഫ്സീർ സമദിൻ്റെ തഫ്സീർ മാ ബഅദഹു അതിന് ശേഷമുള്ളതാണ്. ലം യലിദ് വലം യൂലദ് എന്നാണ് തഫ്സീറുഹു. മാ ബഅദഹു ലം യലിദ് വലം യൂലദ്. അപ്പോൾ സമദിൻ്റെ അർത്ഥമാണ് ലം യലിദ് വലം യൂലദ് എന്നർത്ഥം. അതായത് ലം യലിദ് അവനെന്തായിട്ടില്ല, സന്താനത്തെ ഉണ്ടാക്കിയിട്ടില്ല, വലം യൂലദ് അവനെ ഉണ്ടാക്കപ്പെട്ടിട്ടുമില്ല, ആ നിലക്ക്. അപ്പോൾ എന്നാണ് ശേഷിക്കുന്നത്. ഖാല ഉബയ്യ് ഇബ്നു കഅബ് അസ്സമദ് അല്ലദീ ലാ യലിദു വലാ യൂലദ്. സമദ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ യലിദു വലാ, കണ്ട ഞാൻ പറഞ്ഞില്ലേ സമദിൻ്റെ അർത്ഥം ലാ യലിദു വലാ യൂലദ് എന്നാണ്. ലഅന്നഹു ലൈസ ശൈഉൻ ഇല്ലാ സയമൂത്ത് ഒന്നും ശേഷം മരിക്കുന്നതല്ലാതെ ഒരു വസ്തുവില്ല. വലൈസ ശൈഉൻ യമൂത്തു ഇല്ലാ യുറസു മരിക്കണ ഏതൊന്നും അതിന് അനന്തരം എടുക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല. വഖാല അലിയൻ വബ്നു അബ്ബാസിൻ ഐലൻ വഅബൂ വായിലിൻ ഷഖീഖ് ഇബ്നു സലമ വ സുഫിയാൻ എന്നൊരു പറഞ്ഞു. എന്താ പറഞ്ഞത്? അലിയും ഇബ്നു അബ്ബാസും ഐലൻ അദ്ദേഹം വീണ്ടും പറഞ്ഞു എന്താ വഅബൂ വായിലും ഷഖീഖ് ഇബ്നു അതായത് ഷഖീഖ് ഇബ്നു സലമ പറഞ്ഞു. സുഫിയാൻ എന്നൊരു പറഞ്ഞു. അസ്സമദ് എന്ന് വെച്ചാൽ എന്താ? ഹുവ സയ്യിദുല്ലദീ ഒരു നേതാവാണ്. അല്ലദീ എങ്ങനത്തെ നേതാവ്? ഖദിൻതഹ സൂദതുഹു അദ്ദേഹത്തിൻ്റെ നേതൃത്വം അറ്റമായി ഫി അൻവായി ഷറഫി വ സൂദതി ഷറഫിലും നേതൃത്വത്തിൻ്റെ ഇനങ്ങളിൽ അങ്ങനത്തെ ആൾക്കാർ സയ്യിദ് എന്ന് പറയാം. വാമിൻഹു ഖൗലു ഷായർ അതാണ് എന്താണ് ഷായറിൻ്റെ കൗലുണ്ടല്ലോ അലൗതുഹു ബി ഹുസാമിൻ സുമ്മ ഖുൽതു ലഹു ഖുദ്ഹാ ഹുദൈഫു ഫഅൻത സയ്യിദു സമദു. അസ്സയ്യിദു സമദു എന്ന് പറഞ്ഞ അവിടെ ഫഅൻത സയ്യിദു സമദു. വഖാല അബൂ ഹുറൈറ പറഞ്ഞു ഇന്നഹുൽ മുസ്തഗ്നി അൻ കുല്ലി അഹദിൻ എല്ലാവരെ തൊട്ടും ഐശ്വര്യമാക്കപ്പെട്ടവൻ അല്ലെ ഐശ്വര്യമായവൻ. വൽ മുഹ്താജുലി കുല്ലു അഹദിൻ എല്ലാവരും അവനിലേക്ക് ആശ്രയിക്കപ്പെടുന്നു സമദിൻ്റെ അർത്ഥം. വഖാല സുദ്ദി പറഞ്ഞു ഇന്നഹുൽ മഖ്സൂദ് ഫിർ റഗായിബി ഉദ്ദേശിക്കപ്പെടുന്നവൻ. അൽ മുസ്താനു ബി ഫിൽ മസ്വായിബി സഹായം തേടപ്പെടുന്നവൻ. അവ ആപത്തുകളിൽ സഹായം തേടപ്പെടുന്നവൻ.
ആഗ്രഹങ്ങളിൽ ഉദ്ദേശിക്കപ്പെടുന്നവൻ. വഖാലൽ ഹുസൈൻ ഇബ്നു ഫുളൈൽ ഫളിൽ പറഞ്ഞു ഇന്നഹുല്ലദീ യഫ്അലു മാ യശാ വയഹ്കു മാ യുരീദ്. സംബന്ധിച്ച ഇന്നഹു അല്ലദീ അവനൊരാളാണ് യഫ്അലു മാ യശാ അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും, വയഹ്കുമു മാ യുരീദ് ഉദ്ദേശിക്കുന്നത് വിധിക്കുകയും ചെയ്യുന്നവനാണ് സമദിൻ്റെ അർത്ഥം. വഖാല മുഖാത്തിൽ പറഞ്ഞു ഇന്നഹുൽ കാമിലുല്ലദീ ലാ ഐബ ഫീഹി ന്യൂനതയില്ലാത്ത പരിപൂർണനെ പറ്റിയാണ് എന്ത് സമദ് എന്ന് പറയാം. വമിൻഹു ഖൗലുൻ സബരിഖാൻ പറഞ്ഞില്ലേ സിറു ജമീഅൻ ബിനിസ്ഫിൽ ലൈലി വഅതമിദു വലാ റഹീനത ഇല്ലാ സയ്യിദൻ സമദൂൻ. വഖാലൽ ഹസൻ വഇക്രിമ വല്ലഹാഖ് വബ്നു ജുബൈർ അസ്സമദു വെച്ചാൽ ഹസൻ ഇക്രിമ ലഹാഖ് ഇബ്നു ജുബൈർ എന്നവരൊക്കെ പറഞ്ഞത് അസ്സമദു അൽ മുസ്മത്തുല്ലദി ലാ ജൗഫ ലഹു ഉള്ളില്ലാത്തത്. ശിയാബുൽ ഹുറൂബിലാ തസാലു ജിയാദുഹു അവാബിസുൻ യഅലുക്ന ശകീമൽ മുസമ്മദ. ഖുൽതു ഞാൻ പറയുന്നു ഖദഅതൈന അലാ ഹാദിൽ അഖ്വാലിൽ മുബയ്യിനത്ത് ഈ കൗലുകൾ വ്യക്തമായിട്ട് ഞാൻ ഇവകളുടെ അടുക്കൽ ചെന്നു. ഫി സമദിൽ ഫി കിതാബിൽ അസ്നയിൽ വന്ന സഹിഹ മിൻ അതിന് സഹിയായത് മാ ഷഹിദ ലഹുൽ ഇസ്തിഖാഖ് സാക്ഷ്യം അത് പിടിച്ചെടുക്കൽ അതിനോട് സാക്ഷി നിൽക്കുന്നതാണ്. വഹുവൽ ഖൗലുൽ അവൽ അത് ആദ്യം പറഞ്ഞ വാക്കാണ്. ആദ്യം പറഞ്ഞത് എന്താണ്? നമ്മൾ സമദിൻ്റെ അർത്ഥം പറഞ്ഞല്ലോ. സമദിന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ യുസ്മദു ഇലൈഹിൽ ഹവായിജി എന്ന് അല്ലെ. അള്ളാഹു സഅല്ലദി യുസ്മദു ഇലൈഹിൽ ഹവായി ഹാജാത്തി ആവശ്യങ്ങളിൽ ഉദ്ദേശിക്കപ്പെടുന്നവൻ, അതായത് നിരാശ്രയൻ, മറ്റുള്ളവരെല്ലാം അവനെ ആശ്രയിക്കുന്നു, അതാണ് പറഞ്ഞത്. ദക്കറുൽ ഖത്താബി. ഇനി വഖദ് അസ്ഖത മിൻ ഹാദി സൂറത്തി മാ അബ്അദഹുല്ലാഹു അഹ്സാഹു ഈ സൂറത്തിൽ നിന്ന് സാഖിത്താക്കിയിട്ടുണ്ട് മൻ അബ്അദഹുല്ലാഹു അഹ്സാഹു അള്ളാഹു പരാജയപ്പെടുത്തുകയും വിദൂരമാക്കുകയും ചെയ്തവർ. വജഅലന്നാറ മഖാമഹു വ മസ്വാഹു അവൻ്റെ സ്ഥലം നരകമാക്കുകയും ചെയ്തിരിക്കും അങ്ങനത്തെവരെ. വഖറഅ അല്ലാഹുൽ വാഹിദു സമദു ഫി സ്വലാത്തി വന്നാസ് യസ്തമിഊന ഫഅസ്ഖത ഖുൽ ഹുവ വസമ അന്നഹു ലൈസ മിനൽ ഖുർആനി വഗയ്യറ ലഫ്ള അഹദൻ. അതാ പറഞ്ഞു കേട്ടോ. വഖദ് അസ്ഖത മിൻ ആദി സൂറത്തി മൻ അബദു ചിലരെന്ത് ചെയ്തു? അള്ളാഹു എന്നതിനെ അല്ലെങ്കിൽ അത് കളഞ്ഞു എന്ന് അല്ലേ. വഖറ അല്ലാഹുൽ വാഹിദു നോദി വഖറ അല്ലാഹുൽ വാഹിദു സമദു ഫി സ്വലാത്തിൽ നിസ്കാരത്തിൽ അങ്ങനെ ഓതി. വന്നാസ് യസ്തമിഊന ജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഫാസ്ഖത കുൽഹുവ കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അള്ളാഹു അഹദ് എന്ന് ഓതി അല്ലേ. വസാമം ബാധിച്ചു അന്നഹു ലൈസ മിനൽ ഖുർആൻ ഖുർആനിൽ പെട്ടതാണ്. വഗയ്യറ ലഫ്ള അഹദ് എന്ന ലഫ്ളിനെ അയാൾ എന്ത് ചെയ്തു? പകർച്ചയാക്കി. വദ്ദാം വാദിച്ചു അന്നഹാദാ ഹുവ സവാബ് അതാണ് സത്യമെന്ന്. വല്ലദി അലൈഹിൻ നാസു വൽ ബാത്തിലു വൽ മുഹാലു ജനങ്ങൾ ഓതുന്നത് ബാത്തിലാണെന്ന് വാദിച്ചു. ഫാബുത്തല മാനൽ ആയ അങ്ങനെ ആയത്തിൻ്റെ മാനയെ അവൻ ബാത്തിലാക്കി. കാരണം ലിഅന്ന തഫ്സീരി ലിഅന്ന അഹ്ല തഫ്സീറിൻ്റെ ആളുകൾ കാലു അവർ പറഞ്ഞത് നസലത്തിൽ ആയത്തു ജവാബൻ ലഹ്ലി ഷിർക്കി എന്നല്ല പറഞ്ഞു. ഷിർക്കിൻ്റെ അഹ്ലുകാർക്ക് മറുപടി നൽകാനാണ് ഈ ആയത്തിറങ്ങിയത്. ലമ്മാ ഖാലൂലി റസൂലില്ല അവർ റസൂലിനോട് ചോദിച്ചല്ലോ സിഫുലന റബ്ബക്ക നിൻ്റെ റബ്ബിനെ നീ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരിക, നിൻ്റെ റബ്ബിൻ്റെ വിശേഷണം ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് നബിയോട് ചോദിച്ചപ്പോൾ ഉള്ള മറുപടിയായിട്ടല്ലേ ഇറങ്ങിയത്. അതായത് അമിൻ ദഹബിന് സ്വർണ്ണമാണോ, ഹുവ ഔ മിൻ നുഹാസിൻ അല്ല ചെമ്പാണോ, ഔ മിൻ സുഫ്രാണോ. ഫഖാലല്ലാഹു അസ്സ വജല്ല റദ്ദൻ അലി അപ്പോൾ അള്ളാഹു അവർക്ക് റദ്ദായിട്ട് പറഞ്ഞ ഖുൽ ഹുവ അല്ലാഹു അഹദ് ഖുൽ നബി അങ്ങ് പറയും ഹുവ അവൻ അള്ളാഹു ആണ്, അഹദൻ അവൻ ഏകനാണ്. ഫഫി ഹുവ എന്നതിലുണ്ട് ദലാലത്തുൻ അലാ മൗലി റദ്ദിൻ്റെ മേൽ അല്ലേ എന്താണ് ദലാലത്തുണ്ട്, റദ്ദുണ്ട്. മറ്റേ മക്കാനിൽ ജവാബിൻ്റെ സ്ഥലത്തിൻ്റെ മേലൊക്കെ തെളിവുണ്ട്. അപ്പോൾ ഫൈദാ സഖത്ത് അപ്പോൾ ഹുവ കളഞ്ഞാലോ ബത്തല മാനലായ ആയത്തിൻ്റെ മാന വ്യത്യാസമാകുമല്ലോ. അപ്പോൾ അയാൾ ഓതിയത് എന്താ?
അള്ളാഹു അഹദ് എന്ന് മാത്രം, കുൽ ഹുവയെ കളഞ്ഞിട്ട് അള്ളാഹു അഹദ്, അള്ളാഹു വാഹിദ എന്ന് പറഞ്ഞ് ഓതിയിരുന്നു അല്ലേ. വസഅൽ ഇഫ്തിറാഉ അലല്ലാഹി അസ്സ വജല്ല വതക്ദീബുൽ റസൂലിഹി. അപ്പോൾ മാന ഫൈദാ സഖത ബത്തല മാനൽ, ആയത്തിൻ്റെ മാന എന്താകും? സാക്കിത്താകും, ബാത്തിലാവുകയും അള്ളാഹുവിൻ്റെ മേൽ ഇഫ്തിറാ സയ്യ അസ്സ വജല്ല വതക്ദീബുൽ റസൂൽ, റസൂലിനെ കളവാക്കലും. വറവ തുർമിദി റിവായത്ത് പെട്ടു അൻ ഉബയ്യ് ഇബ്നു കഅബിനെ തൊട്ട് എന്താ അന്നൽ മുശ്രിക്കീന ഖാലു റസൂലില്ല, മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു ഉൻസുബ് ലനാ റബ്ബക, നിൻ്റെ റബ്ബിനെ ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യുക? വിശദീകരിച്ച് തരിക. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അള്ളാഹ് ഇറക്കിയതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന്, അല്ലാഹു സമദ് ഈ ആയത്ത് ഇറക്കി. വസ്സമദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് എന്നുള്ള അർത്ഥം പറഞ്ഞ സമദ് എന്ന് വെച്ചാൽ, കാരണം ലം യലിദ് വലം യൂലദ്, ലം യലിദ് അവൻ സന്താനത്തെ ഉണ്ടാക്കിയിട്ടില്ല, വലം യൂലദ് അവനെ ഉണ്ടാക്കപ്പെട്ടതുമല്ല. വലിയ അന്നഹു ലൈസ ശൈഉൻ യൂലദു ഇല്ലാ സൈമൂത്ത്, കാരണം ഉണ്ടാകുന്നൊരു ഏതൊരു വസ്തുവും, ഉണ്ടാക്കപ്പെടുന്ന ഏതൊരു വസ്തുവും എന്ത് ചെയ്യും? ശേഷം മരിക്കും. വലൈസ ശൈഉൻ യമൂത്തു ഇല്ലാ സയൂറസു, മരിക്കണ ഏത് വസ്തുവും അതിന് അനന്തരമെടുക്കപ്പെടും. വഅന്നല്ലാഹ തആല ലാ യമൂത്തു വലാ യുറസു, തീർച്ചയായും അള്ളാഹു ലാ യമൂത്തു മരിക്കൂല, വലാ യുറസു അവനെ അനന്തരം എടുക്കപ്പെടുകയില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായിട്ട് ഒരാളില്ല. ഖാല ലം യക്കുല്ലഹു ശബീഹൻ വലാ, അപ്പം എൻ്റെ അർത്ഥം എന്താ? അവന് തുല്യനില്ല, വലാ ആദിലൻ അവനോട് തുല്യനായ ഒരാളുമില്ല. വലൈസക്ക മിസ്ലി ഷൈഉൻ, വലൈസക്ക മിസ്ലി ഷൈഉൻ അവനോട് തുല്യമായിട്ട് ഒരാളുമില്ല. വറുബിയൻ അബിൽ ആലിയ, അബുൽ ആലിയത്തോട് റിവായത്തിൽപ്പെട്ടു അനൻ നബിയ, നബി തങ്ങൾ ദക്കറ ആലിഹത്തഹു, അവരുടെ ആലിഹത്തിനെ പറ്റി നബി പറഞ്ഞു. ഫഖാലവർ പറഞ്ഞു ഉൻസുബ് ലനാ റബ്ബക, നിൻ്റെ റബ്ബിനെ നീ ഞങ്ങൾക്ക് വിശദീകരിച്ചറിയുക. ഖാല, അപ്പോൾ അബുൽ ആലിയ പറയുന്നു ഫാത്താവു ജിബ്രീൽ ബി ആദി സൂറ, അപ്പോൾ ജിബ്രീൽ ഈ സൂറത്തുമായിട്ട് വന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് ഫദക്കറനഹു, അപ്പോൾ നബി അതുപോലെ പറഞ്ഞു കൊടുത്തു. വലം യദ്കുർ ഫി അൻ ഉബയ്യ് ഇബ്നു കഅബ് വഹാദാ അസഹു, ഉബയ്യ് ഇബ്നു കഅബിനെ തൊട്ട് അത് പറഞ്ഞിട്ടില്ല. വഹാദാ അസഹു ഖാലഹു തുർമിദി. ഖുൽതു, ഞാൻ പറഞ്ഞു വഫി ഹാദിൽ ഹദീസ് ഇസ്ബാതു ലഫ്സി ഖുൽ ഹുവല്ലാഹു അഹദ് വതഫ്സീറു സമദ് വഖദ് തഖദ്ദമ. അപ്പോൾ ഈ ഹദീസിൽ എന്തുണ്ട്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ലഫ്സിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ടല്ലോ. അഥവാ തഫ്സീറു സമദിൻ്റെ തഫ്സീറും ഈ ഹദീസിൽ പറയുന്നുണ്ട്. വഖത്ത് മുന്തിപ്പോയതാണ്. വാൻ ഇക്രിമ നഹ്വ, ഇക്രിമയെ തൊട്ട് അതുപോലെ തന്നെ ഉണ്ട്. ഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു ലം യലിദ് കമാ വലദത്ത് മറിയം, ലം യലിദ് എന്താണ്? ലം യലിദ് സന്താനത്തെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്. കമാ വലദത്ത് മറിയം പ്രസവിച്ചതുപോലെ. വലം യൂലദ് പ്രസവിക്കപ്പെട്ടിട്ടില്ല. കമാ വലദ ഈസും ഉസൈർ, ഈസ എന്നായിരിക്കും. ഉസൈറിനെ ഈസയെ പ്രസവിക്കപ്പെട്ടതുമല്ല. വഹു, അത് റദ്ദാണ് അല്ല നസാറാക്കൾക്ക് റദ്ദ് എടുക്കല. വാലാമൻ കാല ഉസൈർ ഇബ്നുല്ലാ, നസാറാക്കൾക്കും ഉസൈർ അള്ളാഹിൻ്റെ മകനാണെന്ന് പറഞ്ഞവർക്കും എന്താണ്? റദ്ദാണത്. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞു. ലം യക്കുൻ ലഹു മിസ്ലൻ അഹദ്, അവനോട് തുല്യൻ ഒരാളും ഇല്ലാന്ന്. ഒഫീ തഖദ്ദമും തഅഖീറുണ്ട്, ഇവിടെ മുന്തിപ്പറയലൊക്കെ ഉണ്ട്, മുന്തിക്കലും പിന്തിപ്പിക്കലൊക്കെ ഉണ്ട്. തഖ്ദീർ എങ്ങനെയാണ് ശരിക്കും അതിനെ സങ്കല്പിക്കൽ? വലം യക്കുൻ ലഹു കുഫുവൻ അഹദൻ, വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ അവിടെ എങ്ങനെ ശരിക്കും? ഫഖദ്ദമ ഖബർ, കാനൻ്റെ ഖബർ മുന്തിച്ചാല ഇസ്മിഹ, ഇസ്മിനേക്കാൾ. ലി യൻസാഖ അവാഖിറുൽ ആയത്തി അല നദ്മീം വാഹിദ്, അതിൻ്റെ സിയാഖ് വെക്കാൻ വേണ്ടിയിട്ടാണ്, ഒറ്റ കോർവയുടെ മേൽ ആയത്തിൻ്റെ അവസാനം വെക്കാൻ വേണ്ടി. കാരണം വലം യക്കുൻ അഹദൻ കുഫുവൻ ലഹു എന്നാണ് ശരിക്കും ഉള്ളത്. വഖുരിയ കുഫുവൻ എന്ന് ബി ലൊമ്മിൽ ഫായിൽ ലൊമ്പ് കൊണ്ട് സുക്കൂനിയ കുഫുവൻ എന്ന് ഓതിയിട്ടുണ്ട്. വഖത്തക്കതം ഫിൽ ബഖറ, ബഖറയിൽ മുന്തിപ്പോയിട്ടുണ്ട്. അന്ന കുല്ലസ്മിൻ അല സലാസി അറൂഫിൻ അവ്വലുഹു മദ്മൂമൻ ഫൈനഹു യജൂസു ഫി ഐനിഹി ലൊമ്മു വൽ ഇസ്കാനു.
കാരണം ഏതൊരു 3 അക്ഷരമുള്ള ഏതൊരു നാമവും അതിൻ്റെ ആദ്യം ലൊമ്മാണെങ്കിൽ അതിൻ്റെ ഐനിന്, അതായത് രണ്ടാമത്തെ കലിമത്തിന് ലൊമ്മും സുക്കൂനും പറ്റും എന്ന്. ഇല്ലാ കൗലഹു തആല വജഅലൂ ലഹു മിൻ ഇബാദി ജുസ്ആ, ഈ ജുസ്അൻ എന്നത് ഒഴിച്ച്. കാരണം ഇല്ലാത്തിൻ തഖദ്ദമത്ത്, അതിൻ്റെ കാരണം മുന്തിപ്പോയിട്ടുണ്ട്. അവിടെ അല്ലാത്തടത്തൊക്കെ അത് പറ്റും, ഈ പറഞ്ഞത് പറ്റും. അതായത് ആദ്യത്തെ അക്ഷരം ലൊമ്മാണെങ്കിൽ രണ്ടാമത്തെ അക്ഷരത്തിന് ലൊമ്മും കൊടുക്കുക സുക്കൂനും കൊടുക്കുക. പക്ഷേ ജുസ്അൻ ഒഴികെ. വഖറ അഫ്സൻ കുഫുവൻ എന്ന അഫ്സൻ ഓതിയത് മദ്മൂമായിട്ട്, ഫായിന് മദ്മൂമായിട്ട് ഗൈറ മഹ്മൂസ്. വകുല്ലുഹാ ലുഗാത്തുൻ ഫസീഹ, അതെല്ലാം ഫസീഹ ലുഗത്തുകളാണ്. അൽ ഖൗലു ഫിൽ അഹാദീസിൽ വാരിദത്തി ഫളിലി ഹാദി സൂറത്തി. ഇനി പറയാൻ പോകുന്നതാണ് ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതകൾ വന്ന ഹദീസുകളിലാണ്. വഫീഹി സലാസ മസായില, ഈ ഇതിൽ 3 മസല. അല്ലൂല, ഒന്നാമത്തത് സബത ഫി സഹീൽ ബുഖാരി, സഹീൽ ബുഖാരി സ്ഥിരപ്പെട്ടു അൻ അബി സഈദിൽ ഖുദ്രിയെ തൊട്ട് എന്താ അന്ന റജുലൻ സമിഅ റജുലൻ യഖ്റഉ, ഒരു റജുല് ഒരാളെ കേട്ടു, യഖ്റഉ അയാൾ ഓതുന്നു ഖുൽ ഹുവല്ലാഹു അഹദ്, യുറദ്ദിദു അതിനിങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫലമാ അസ്ബഹ, പ്രഭാതമായപ്പോൾ ജാഇല നബി, നബിയിലേക്ക് ചെന്നു. ഫദക്കറ ദാലിക ലഹു, ആ മനുഷ്യൻ നബീനോട് ഈ കാര്യം പറഞ്ഞു. വകാന റജുലു യതഖാലുഹ, ആ റജുൽ അതിനെ ചെറുതായിട്ട് കണ്ടിട്ടാണത് പറഞ്ഞത്. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹനെ തന്നെ സത്യം, ഇന്നഹാ തീർച്ചയായും അത് ല തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 തുല്യമാണ് എന്ന് പറഞ്ഞു. വൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ സയ്യിദ് ഇബ്നു ഖുദ്രി തന്നെ പറയണ എന്താണ്, ഖാലൻ നബി തങ്ങൾ പറഞ്ഞില്ലേ അസ്ഹാബിഹി, നബിയുടെ സഹാബത്തിനോട് പറഞ്ഞത് ഐ അജിസു അദുക്കും അൻ യഖ്റഅ സുലുസൽ ഖുർആൻ ഫി ലൈലത്തിൻ, രാത്രിയിൽ ഖുർആനിൻ്റെ 1/3 ഓതാൻ നിങ്ങൾക്ക് പ്രയാസമാകുമോ? ഫശക്ക ദാലിക അലൈഹി, അപ്പോൾ അത് അവർക്ക് പ്രയാസമായി. ഖാലു പറഞ്ഞു അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, ഞങ്ങളിൽ ആർക്കാണ് അതിന് കഴിയുക? ഫഖാല, അപ്പം നബി പറഞ്ഞു അല്ലാഹുൽ വാഹിദു സമദു സുലുസുൽ ഖുർആൻ, അല്ലാഹുൽ വാഹിദു സമദു എന്നത് സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3, അതായത് ആ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത്. ഖറജഹു മുസ്ലിമൻ മിൻ ഹദീസി അബിദർദാ മാനാഹു, ഈ മാനക്ക് തന്നെ അബിദർദാൻ്റെ ഹദീസിൽ നിന്ന് മുസ്ലിം ഇതിനെ എന്താക്കിയിട്ടുണ്ട്, റിവായത്ത് ചെയ്തിട്ടുണ്ട്. വാ ഖറജാൻ അബൂ ഹുറൈറയെ തൊട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറഞ്ഞു ഇഹ്സിദു ഫഇന്നി സഖറഉ അലൈക്കും സുലുസൽ ഖുർആൻ ഫഹശദ മൻ ഹശദ. ഇവിടെ എന്താ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു എന്നല്ലേ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു ഇഹ്സിദു ഫഇന്നി സഖറഉ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ശേഷം ഓതും സുലുസുൽ ഖുർആൻ. ഫഹശദ മൻ ഹശദ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇഹ്സിദു എന്ന് പറഞ്ഞാൽ മിൻ ബാബി ഖതല വസ്തം മുതദിലൻ വലാസിമൻ കിനാദൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഇജ്തമ മൻ ഇജ്തമ, നിങ്ങൾ ഒരുമിച്ച് കൂടുക എന്നർത്ഥം കേട്ടോ. ഇഹ്സിദു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഒരുമിച്ച് കൂടുക. ഫഇന്നി സഖറഉ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ശേഷം ഓതിത്തരാം സുലുസുൽ ഖുർആൻ ഓതിത്തരാമെന്ന് പറയും. ഫഹശദ മൻ ഹശദ, അപ്പോൾ ഒരുമിച്ച് കൂടിയവരൊക്കെ ഒരുമിച്ച് കൂടി. സുമ്മ ഖറജ നബിയുള്ള, പിന്നെ നബി പുറപ്പെട്ടിട്ട് ഫഖറ ഓതി ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. സുമ്മ ദഖല, പിന്നെ നബി എന്ത് ചെയ്തു? പ്രവേശിച്ചു. ദഖല അല്ലേ, ഖറജ പുറപ്പെട്ടു, ദഖല കടന്നു. ഫഖാല ബാദുനാ ലി ബാദിൻ,
നബി പുറത്ത് വന്നിട്ട് ഇത് ഓതിക്കൊടുത്തു, പിന്നെ പോയിന്നല്ലേ. അപ്പോൾ കാല ബാദുനാലി ചിലരോട് പറഞ്ഞു, ഇന്നി അറ ഹാദ ഖബറൻ ജാഅഹു മിനസ് സമായി, ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വന്ന നബിക്ക് ആകാശത്ത് നിന്ന് ഖബറാണെന്ന് ഞാൻ ഭാവിക്കുന്നു. ഫദാക്കല്ലദി അദ്ഖലഹു സുമ്മ ഖറജ ഫഖാല ഇന്നി ഖുൽതു ലക്കും സഅഖറഉ അലൈക്കും സുൽസൽ ഖുർആൻ അലാ ഇന്നഹാ തഅദിലു സുൽസൽ ഖുർആൻ ഖാല ബഅദുൽ ഉലമാ ഇന്നഹാ അദലത്ത് സുലുസുൽ ഖുർആൻ ലി അജ്ലി ഹാദൽ ഇസ്മി അല്ലദി ഹുവ സ്വമദു. ഖബറൻ ജാഅഹു മിനസ് സമാഇ ഫദാക്കല്ലദി അദ്ഖലഹു സുമ്മ ഖറജ ഫഖാല, പിന്നെ നബി പുറപ്പെട്ടു. ഫഖാലൻ പറഞ്ഞു, ഇന്നി ഖുൽതു ലക്കും അല്ലേ. പിന്നെ നബി തങ്ങൾ പുറത്തു വന്നുണ്ട്. ഫഖാല നബി പറഞ്ഞു, ഇന്നി ഖുൽതു ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സഅഖറഉ അലൈക്കും സുൽസൽ ഖുർആൻ, നിങ്ങൾക്ക് ഞാൻ ശേഷം 1/3 ഖുർആൻ്റെ 1/3 ഓതിത്തരുമെന്ന്. അലാ അറിയണം, ഇന്നഹാ തഅദിലു സുൽസൽ ഖുർആൻ, തീർച്ചയായും അത് സുൽസൽ ഖുർആനോട് ഒക്കുന്നു, 1/3 ഒക്കും ഈ സൂറത്തുനിന്ന്. ഖാല ബഅദുൽ ഉലമ പറഞ്ഞത്, ഇന്നഹാ അദലത്ത് സുൽസൽ ഖുർആൻ, ഇത് ഖുർആൻ്റെ 1/3 തുല്യമാകാൻ കാരണം ലി അജ്ലി ഹാദൽ ഇസ്മി അല്ലദി ഹുവ സമദ്, അസമദ്, സമദ് എന്ന ഇസ്മുള്ളതിന് വേണ്ടിയിട്ടാണ്. കാരണം ഫൈനഹു ലാ യൂജദു ഫി ഗൈരിഹാ മിനസ് സൂറത്ത്, മറ്റൊരു സൂറത്തിലും ഈ സമദ് ഇല്ല. വകദാലിക വാഹിദും, ഇപ്രകാരം തന്നെയാണ് വാഹിദ് എന്നതും. വഖീല ഇന്നൽ ഖുർആന ഉൻസില അസ്ലാസൻ സുൽസൻ മിൻഹു അഹ്കാമൻ, പറയപ്പെട്ടിട്ടുണ്ട് ഖുർആൻ അസ്ലാസൻ 3 ഇറക്കപ്പെട്ടത്. അതായത് സുലുസൻ മിൻഹു, അതിൽ നിന്ന് 1/3 അഹ്കാമുകളുള്ള ഹുക്കുമുകളുണ്ട്. വൽ സുലുസൻ മിൻഹു, അതിൽ 1/3 വാഇദാണുള്ള കരാറുകൾ. വഈദുൻ, അതായത് ഭീഷണികളുമുണ്ട്, വാഗ്ദാനങ്ങളുമുണ്ട്. സുലുസൻ മിൻഹു അസ്മാഉം വസിഫാത്ത്, അതിൽ 1/3 എന്താണ്, അസ്മാവും നാമങ്ങളും അള്ളാഹിൻ്റെ പേരുകളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമാണുള്ളത്. വദല്ലാല ഹാദ തഅവീലു മാഫി സഹീഹ് മുസ്ലിം, അപ്പോൾ 1/3 പറയാം. വദല്ല അലാ ഹാദ തഅവീലി മാഫി സഹീഹ് മുസ്ലിം, ഇതിൻ്റെ മേലെ അറിയിക്കും സഹീഹ് മുസ്ലിമിലുള്ള തഅവീൽ. മിൻ ഹദീസ്, അതാണ് പറയാൻ മിൻ ഹദീസ് അബീ ദർദാൻ്റെ ഹദീസ് ഉണ്ട്. നബി തങ്ങളെ തൊട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല, നമ്മൾ ഈ പറഞ്ഞതിന് തെളിവ് പറയണം. ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അള്ളാഹു ജസ്സഅൽ ഖുർആന സലാസത്ത അജ്സാൻ, ഖുർആൻ 3 ഭാഗമാക്കി, 3 ജുസ് ആക്കി. ഫജഅല ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് ജുസ്അൻ മിൻ അജ്സാഇൽ ഖുർആൻ, ഖുർആനിൻ്റെ ഒരു ജുസുവിൽപ്പെട്ടതാണ്. വഹാദ നസ്സുൻ, ഇത് നസ്സാണ്. വബിഹാദൽ മാന, ഈ മാന കാരണം സുമ്മിയത്ത് സൂറത്തുൽ ഇഖ്ലാസ്, ഇതിന് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേര് വെക്കപ്പെട്ടു. വല്ലാഹു ആലം. അസാനിയ, രണ്ടാമത്തെ മസല എന്താ, റവാ മുസ്ലിമൻ അൻ ആയിഷത്ത്, ആയിഷ ബിവിയെ തൊട്ട് മുസ്ലിം റിവായത്ത് ചെയ്തു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ബഅസ റജുലൻ, ഒരാളെ അയച്ചു, അലാ സരിയത്തിൻ, ഒരു സൈന്യത്തിൻ്റെ മേൽ. വകാന യഖ്റഉൽ അസ്ഹാബി, അദ്ദേഹം അസ്ഹാബികൾക്ക് വേണ്ടി ഓതും, ഫി സ്വലാത്തി, നിസ്കാരത്തിൽ ഖുർആൻ ഓതും, നിസ്കരിക്കാൻ നേരത്ത്. ഫയഖ്തിമു ബി ഖുൽ ഹുവല്ലാഹു അഹദ്, അദ്ദേഹം ഏതോ ഓത്ത് അവസാനിപ്പിക്കും, ഖുൽ ഹുവല്ലാഹു അഹദ് വെച്ചാണ് അവസാനിപ്പിക്കുക. ഫലമ്മ റജഉ, അവരങ്ങനെ മടങ്ങി വന്നപ്പോൾ ദക്കറു ദാലിക ലിന്നബി, നബി തങ്ങളോട് ഇതിനെപ്പറ്റി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, സലൂഹു ലി അയ്യി ശൈഇൻ യസ്നഉ ദാലിക, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുക, അദ്ദേഹം എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന്. ഫസഅലുഹു, അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അലി അന്ന സിഫത്തുർ റഹ്മാൻ, അത് അള്ളാഹുവിൻ്റെ റഹ്മാനായ അള്ളാഹുവിൻ്റെ സിഫത്തല്ലേ, വിശേഷണമല്ലേ. ഫഅന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹ, അപ്പോൾ ഞാൻ അത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫഖാല റസൂൽ, അപ്പോൾ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്, അഖ്ബിറുഹു, നിങ്ങൾ അവനോട് വാർത്ത പറയണം, അന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു, അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ അവനെ അറിയിക്കുക എന്ന്. വറവ തുർമുദി റിവായത്ത് അനസ് ബിൻ മാലിക്കിനെ തൊട്ട് ഖാല, അനസ് ബിൻ മാലിക് പറയും, കാന റജുലൻ മിനൽ അൻസ്വാരി, അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ, ഉമ്മുഹും, അവർക്ക് ഇമാമ് നിൽക്കാറുണ്ടായിരുന്നു, ഫി മസ്ജിദി ഖുബാ പള്ളിയിൽ,
വകാന കുല്ലമഫ്തദ സൂറത്തൻ യഖ്റഉഹാ യഹും ഫിസ്സലാത്തി ഫഖറ ബിഹാ. ഫകാന കുല്ലമഫ്തതഹ സൂറത്തൻ, ഏതൊരു സൂറത്ത് തുടങ്ങുമ്പോഴും യഖ്റഉഹ ലഹും അവർക്ക് വേണ്ടി ഏതൊരു സൂറത്ത് ഓതുമ്പോഴും ഫഖറ ബിഹ അദ്ദേഹം അതുകൊണ്ടാണ് ഓത. ഇഫ്തതഹ ബി ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഫ്റഗു മിൻഹ, അതിന് ഒഴിവാകുന്നത് വരെ. സുമ യഖ്റഉ ബി സൂറത്തിൻ ഉഖ്റ മഅഹ, പിന്നെ അതിൻ്റെ കൂടെ വേറൊരു സൂറത്തും കൂടി ഓതും. ഏതൊരു സൂറത്ത് ഓതിയാലും ആദ്യം ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ വേറൊന്നും കൂടി ഓതും. വകാന യസ്നഉ ദാലിക ഫീ കുല്ലി, ഓരോ റക്അത്തിൽ ഇങ്ങനെ ചെയ്യും. ഫകല്ലമു അസ്ഹാബു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചര അദ്ദേഹത്തോട് ചോദിച്ചു. ഫഖാല, അവർ ചോദിക്കും, ഇന്നക തഖ്റഉ ബി ഹാദിഹി സൂറ, തീർച്ചയായും അങ്ങ് ഈ സൂറത്ത് ഓതുന്നു. സുമ്മ ലാ തറ അൻഹാ തജ്സീക ഹത്താ തഖ്റഅ ബി സൂറത്തിൻ ഉഖ്റ, പിന്നെ വേറെ സൂറത്തൊന്നും ഓതുന്നല്ലോ, അത് മതിയായതായിട്ട് കാണാതെ വീണ്ടും ഒരു സൂറത്തും കൂടി ഓതുന്നത് എന്തിനാ? ഫൈമാൻ തഖ്റഅ ബിഹ, ഒന്നുകിൽ അങ്ങ് അത് ഓതുക. വൈമാൻ തദുഉ വ തഖ്റഅ ബി സൂറത്തിൻ ഉഖ്റ, ഒന്നുകിൽ അത് ഒഴിവാക്കിയിട്ട് വേറെ സൂറത്ത് ഓതുക. ഇത് രണ്ടും കൂടി ഓതുന്നത് എന്തിനാ? ഖാല, അദ്ദേഹം പറഞ്ഞു, മാനബി താരിഖിഹ വൈൻ അഹ്ബബ്തും അൻ ഔമക്കും ബിഹാ ഫാൽത്തു, ഞാനത് ഒഴിവാക്കൂല, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അൻ ഔമക്കും, ഞാൻ നിങ്ങൾക്ക് ഇമാമ നിൽക്കാൻ ബിഹ, അതുകൊണ്ട് ഞാൻ ഇമാമ നിൽക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാൽത്തു, ഞാൻ പ്രവർത്തിക്കും. വൈൻ കരിഹത്തും തറക്തുക്കും, നിങ്ങളത് വെറുക്കുകയാണെങ്കിൽ തറക്തു, നിങ്ങളെ ഞാൻ ഒഴിവാക്കും, ഞാൻ ഇമാമത്ത് ഒഴിവാക്കും എന്ന് പറയും. വക്കാനു യറൗനഹു അഫ്ളൽ, അവരാണെങ്കിലും അദ്ദേഹത്തെ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടാണ് കണ്ടിരിക്കുന്നത്. വക്കരിഹു അൻ യഉമ്മഹും ഗൈറഹു, മറ്റൊരാൾ ഇമാമ് നിൽക്കൽ അവർ വെറുക്കണം, അപ്പോൾ അദ്ദേഹം തന്നെ ഇമാമ് നിൽക്കണം. ഫലമ്മ അതാഹുമുൻ നബി അവരുടെ ചെന്നപ്പോൾ അഖ്ബറുഹുൽ ഖബർ, അവർ ഈ വർത്തമാനം നബിയോട് പറഞ്ഞു. ഫഖാലഹു, നബി പറഞ്ഞു, യാ ഫുലാൻ മാ യംനഉക മിമ്മാ യഖ്റഉ ബിഹി അസ്ഹാബക യഅ്മുറു ബിഹി അസ്ഹാബക, അങ്ങയുടെ ശിഷ്യന്മാർ അങ്ങോട് കൽപ്പിക്കുന്നത് അങ്ങക്കെന്താ തടസ്സം? വമാ യഹ്മിലുക അൻ തഖ്റഅ ഹാദിഹി സൂറത്തി ഫീ കുല്ലി റക്അ, ഓരോ റക്അത്തിലും ഈ സൂറത്ത് ഓതാൻ അങ്ങേ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുഹ, നബിയെ ഞാനത് ഇഷ്ടപ്പെടുന്നു, ആ സൂറത്ത് ഞാൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹുബ്ബഹാ അദ്ഖലകൽ ജന്ന, അതിനോടുള്ള സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇന്ന ഹുബ്ബഹാ അദ്ഖലകൽ ജന്ന, കണ്ടോ, അപ്പോൾ നേരത്തെ പറഞ്ഞ ആശയം തന്നെ. ഖാല ഹദീസുൻ ഹസനുൻ ഗരീബുൻ സഹീഹുൻ. ഖാല ഇബ്നുൽ അറബി പറയും, ഫകാന ഹാദാ ദലീലൻ, ഇത് തെളിവാണ്, അലാ അന്നഹു യജൂസു തക്റാറു സൂറത്തി ഫീ കുല്ലി റക്അ, ഓരോ റക്അത്തിലും സൂറത്ത് ആവർത്തിച്ച് ഓതൽ അനുവദനീയമാണെന്നതിന് തെളിവാണ് ഈ ഹദീസ്. വഖദ് റഅയ്തു അലാ ബാബിൽ അസ്ബാത്തി ഫീമാ യുഖരിബു മിൻഹു, അസ്ബാത്തിൻ്റെ ബാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഫീമാ യുഖരിബു മിൻഹു, ഇതിനോട് അടുത്ത് വരുന്നു. ഇമാമൻ മിൻ ജുംലത്തി സമാനിത്തി വൈശ്രീ ഇമാമൻ, ബാബുൽ അസ്ബാത്തിൽ ഞാൻ കണ്ടു, ഫീമാ യുഖരിബു എന്ന് വെച്ചാൽ ഇമാമൻ മിൻ ജുംലത്തി സമാനിത്തി വൈശ്രീ ഇമാമൻ, 28 ഇമാമുകളുടെ കൂട്ടത്തിൽ നിന്നൊരു ഇമാമിന്. കാന യുസല്ലി ബി തറാവിയ ഫി റമളാന ബിൽ അത്രാക്കി, അത്രാക്കുകളെ കൊണ്ട് എന്ത് ചെയ്യും, അദ്ദേഹം റമളാൻ നിസ്കരിക്കും. ഫയഖ്റഉ ഫീ കുല്ലി റക്അത്തിൻ അൽഹംദുലില്ലാഹ് വഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യുത്തിമ തറാവിഹ, ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതും, തറാവി അവസാനിക്കുന്നതുവരെ. തഖ്ഫീഫൻ അലൈഹി, ആ എളുപ്പമാക്കാൻ വേണ്ടി. വറഗ്ബത്തൻ ഫി ഫളിഹ, ഫളിൽ എന്താണ് തേടിക്കൊണ്ടും, ഫളിൽ അതിൻ്റെ ശ്രേഷ്ഠതയെ ആഗ്രഹിച്ചതിന് വേണ്ടിയിട്ട്. വലൈസ മിന സുന്നത്തി, സുന്നത്തിൽപ്പെട്ടതല്ല ഖത്മുൽ ഖുർആൻ ഫി റമളാൻ, റമളാനിൽ ഖുർആൻ ഖത്മ ചെയ്ത് ഓതുക എന്നുള്ളത്, നിസ്കാരത്തിൽ ഖത്മ ചെയ്ത് ഓതുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടത്. കൊൽത്തു, ഞാൻ പറഞ്ഞു, ഹാദാ നസ്സു ഖൗലി മാലിക്, ഈ പറഞ്ഞത് മാലിക്കിൻ്റെ ഇമാമിൻ്റെ നസ്സാണ് ഈ പറഞ്ഞത്. ഖാല മാലിക് പറഞ്ഞു, വലൈസ ഖത്മുൽ ഖുർആനി, മാലിക് ഇമാം പറഞ്ഞില്ലേ, വലൈസ ഖത്മുൽ ഖുർആനി ഫിൽ മസാജിദ് ബി സുന്നത്ത്, പള്ളിയിൽ വെച്ച് ഖുർആൻ പൂർത്തിയാക്കുക എന്നുള്ളത് സുന്നത്തൊന്നുമല്ല. അസാലിസത്തു, ഇനി മൂന്നാമത്തെ മസല. റവ തുർമുദി
തുർമുദി റിവായത്ത് ചെയ്തു. അനസ് ബിൻ മാലിക്കിനെ തൊട്ട് കാല അനസ് ബിൻ മാലിക് പറയാണ് അക്ബൽത്തു മാൻ നബി, ഞാൻ നബിയുടെ കൂടെ മുന്നിട്ടു. സമിയ റജുലൻ, അപ്പോൾ ഒരു റജുലിനെ കേട്ടു, നബി കേട്ടു. യഖ്റ ഓതുന്നു ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നു. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്ത്, അപ്പോൾ നബി പറയാം വജബത്ത് നിർബന്ധമായിരുന്നു. ഖുൽതു, ഞാൻ ചോദിച്ചു വമാ വജബത്ത്, എന്താണ് നിർബന്ധമായത്? ഖാല അൽ ജന്ന, അപ്പോൾ നബി പറഞ്ഞു സ്വർഗം നിർബന്ധമായി. ഖാല ഹാദ ഹദീസുൻ ഹസനുൻ സഹീഹ്. ഖാല തുർമുദി പറയാം ഹദ്ദസന മുഹമ്മദുൽ മർസൂഖിൽ ബസരി ഖാല ഹദ്ദസന ഹാത്തിം ബിൻ മൈമൂൻ അബൂ സലിൻ അൻ സാബിത്തുൽ ബുനാനി അൻ അനസ് ബിൻ മാലിക് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അനസ് ബിൻ മാലിക് പറയാം നബി തങ്ങളെ തൊട്ട് നബി പറഞ്ഞു മൻ ഖറഅ കുല്ല യൗമിൻ, ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ മിഅത്തൈ മറ 200 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ മുഹിയ അൻഹു ദുനൂബു 50 സന, അവനെ തൊട്ട് 50 വർഷത്തെ പാവങ്ങൾ അവനെ തൊട്ട് മായ്ക്കപ്പെടും. ഇല്ലാ യക്കൂന അലഹി ദൈനൻ, അവൻ്റെ മേൽ കടമുണ്ടായാലൊഴികെ. അബി ഹാദൽ ഇസ്നാദി അൻ നബി ഖാല, ഈ ഇസ്നാദ് പ്രകാരം നബിയെ തൊട്ടുണ്ട്. ഖാല, നബി പറഞ്ഞു മൻ അറാദ യനാമ അലാ ഫിറാശി, ആരെങ്കിലും അവന് ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, അവൻ്റെ വിരിപ്പിൽ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഫനാമ അലാ യമീനി, അങ്ങനെ അവൻ വലതു ഭാഗത്തിൻ്റെ മേൽ ഉറങ്ങി. സുമ്മ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മിഅത്ത മറ, അങ്ങനെ കിടന്നവൻ 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയ ഫൈദാ കാന യൗമുൽ ഖിയാമ, അങ്ങനെ അന്ത്യനാളായ യഖൂലു റബ്ബു, അല്ലാഹ് പറയും യാ അബ്ദി, എൻ്റെ അബ്ദേ ഉദ്ഖുൽ അലാ യമീനിക്കൽ ജന്ന, നിൻ്റെ വലതുഭാഗത്തിൻ്റെ മേൽ നീ സ്വർഗ്ഗത്തിൽ കടക്കാൻ. ഖാല ഹാദ ഹദീസൻ ഖരീബൻ മിൻ ഹദീസി സാബിത്ത് അൻ അനസിൻ, അനസിൻ എന്നവരെ തൊട്ട് സാബിത്തിൻ്റെ ഹദീസിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി വഫി മുസ്നദ് അബി മുഹമ്മദ് ദാരിമിയിലുണ്ട് അൻ അനസ് ബിൻ മാലിക്കിനെ തൊട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറഞ്ഞു മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി 50 മറ 50 വട്ടം, എന്നാൽ ഗുഫിറത്ത് ലഹു ദുനൂബു 50 സന, 50 വർഷത്തെ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. ഖാല വഹദ്ദസന അബ്ദുല്ലാഹ് ഇബ്നു യസീദ് ഖാല ഹദ്ദസന ഹൈവ ഖാല അഖ്ബറനി അബൂ അഖീൽ അന്നഹു സമിഅ സഈദ് ഇബ്നുൽ മുസയ്യിബ് യഖൂൽ അന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഖാല പറഞ്ഞു മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മററാത്ത്, 10 വട്ടം ഓതിയ ബുനിയ ലഹു ഖസ്റുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനൊരു കൊട്ടാരം പണിയപ്പെടും. ഒമൻ ഖറഅഹ 20 മറ, 20 വട്ടം ഓതിയാലോ ബുനിയ ലഹു ബിഹാ ഖസ്റാനി ഫിൽ ജന്ന, അവന് 2 കൊട്ടാരം പണിയപ്പെടും സ്വർഗ്ഗത്തിൽ. ഒമൻ ഖറഅ 30 മറ, 30 വട്ടം ഓതിയാൽ ബുനിയ ലഹു ബിഹാ സലാസത്തു ഖുസൂർ, അവന് 3 കൊട്ടാരം പണിയപ്പെടും സ്വർഗ്ഗത്തിൽ, ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ് വല്ലാഹി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ ഇദാൻ ലനുക്സിർ ഖുസൂറന, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കൊട്ടാരങ്ങൾ വർദ്ധിപ്പിക്കുമല്ലോ. ഫഖാല റസൂൽ, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അള്ളാഹു ഔസഅ മിൻ ദാലിക, അള്ളാഹു വിശാലമായവനാണ്. ഖാല അബൂ മുഹമ്മദ് അബൂ അഖീൽ സുഹൈർ ഇബ്നു മബ്അദ് വസഅമു അന്നഹു കാന മിൻ അബ്ദാൽ, അബൂ മുഹമ്മദ് അബൂ അഖീൽ സുഹൈർ ഇബ്നു മബ്അദ് വസഅമു, അവർ വാദിച്ചു അന്നഹു കാന മിൻ അബ്ദാൽ, അദ്ദേഹം അബ്ദാലുകളിൽപ്പെട്ട ആളായിരുന്നു. വദക്കറ അബൂ നുഐമുൽ ഹാഫിദ് മിൻ ഹദീസ് അബിൽ അല യസീദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശഖീരി അൻ അബീഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി ഫി മർളിഹി അല്ലദീ യമൂതു ഫി, അവൻ മരിക്കുന്ന മരണത്തിൻ്റെ രോഗത്തിൽ അവൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, എന്നാൽ ലം യുഫ്തൻ ഫി ഖബ്രി, അവൻ്റെ ഖബറിൽ അവനെ ശിക്ഷിക്കപ്പെടുകയില്ല. വാമിനം ലഗ്തത്തിൽ ഖബർ, ഖബറിൻ്റെ ഇടുക്കിൽ നിന്ന് അവൻ നിർഭയത്തനാകും, അതിൻ്റെ ഇടുക്കലിൽ നിന്ന്. വഹമലത്തുഹു മലായികത്തു യൗമുൽ ഖിയാമത്തി ബി അകുഫിഹാ ഹത്താ തുജീസഹു മിന സിറാത്തി ഇലൽ ജന്ന, മലക്കുകൾ അന്ത്യനാളിൽ അവൻ്റെ കഫനുമായിട്ട് അവനെന്ത് ചെയ്യും, ചുമന്നു വരും. ഹത്താ യുജീസഹു മിന സിറാത്തിൽ ജന്ന, സ്വർഗത്തിലേക്ക് സിറാത്തിൽ നിന്ന് അവരെന്ത് ചെയ്യും, അവരവനെ വിട്ടുകടത്തും. ഖാല ഹാദാ ഹദീസുൻ ഖരീബ് മിൻ ഹദീസ് യസീദ് തഫറദ ബി നസ്ർ ഇബ്നു ഹമ്മാദിൽ ബജലി വദക്കറ അബൂബക്കർ അഹ്മദ് ബിൻ അലി ബിൻ സാബിത്ത് അൽ ഹാഫിദ് അൻ ഈസ ബിൻ അബി ഫാത്തിമത്ത റാസി ഖാല സമയത്തു മാലിക് ബിൻ അനസ് യഖൂലു, മാലിക് ബിൻ അനസ് ഞാൻ കേട്ടു, അദ്ദേഹം പറയുന്നു ഇദാ നുഖിസ ബിൻ നാഖൂസ് ഇസ്തദ ഖലബുർ റഹ്മാൻ,
നാക്കൂസിൽ ഊതപ്പെട്ട ഇസ്തദ്ദ ഖൊളബുർ റഹ്മാൻ അള്ളാഹുവിന് എന്താകും ദേഷ്യം ശക്തിയാകും. അപ്പോൾ തൻസിലുൽ മലായിക മലക്കൾ ഇറങ്ങി വരും. യഖുദൂന ബി അഖ്താരിൽ അർളി ഇപ്പോൾ യഖുദൂന ബി അഖ്താരിൽ അർളി അവരെന്ത് ചെയ്യും? ഫലാ യസാലും യഖ്റൂൻ അവരെന്ത് ചെയ്യും? ഭൂമിയുടെ ഭാഗങ്ങളിൽ അവർ ചെല്ലുണ്ട്. ഫലാ യസാലും യഖ്റൂന ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെ അവർ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അപ്പോൾ ഹത്താ യസ്കൂന ഖൊളബുഹു അസ്സ വജല്ല അപ്പോൾ അള്ളാഹുവിന് ദേഷ്യം അടങ്ങും. വഖറജ മിൻ ഹദീസി മുഹമ്മദ് ബിൻ ഖാലിദ് ജനദി അൻ മാലിക്കിൻ അൻ നാഫിൻ അൻ ഇബ്നു ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു മൻ ദഖല യൗമൽ ജുമുഅത്തിൽ മസ്ജിദ ആരെങ്കിലും വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്നു ഫസല്ല അർബ റക്അത്ത് അങ്ങനെ 4 റക്അത്ത് നിസ്കരിച്ചു. യഖ്റഉ ഫീ കുല്ലി റക്അത്തിൻ ബി ഫാത്തിഹത്തിൽ കിതാബി ഓരോ റക്അത്തിലും ഫാത്തിഹയും വ ഖുൽ ഹുവല്ലാഹു അഹദും ഓതിയാൽ 50 മറ 50 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഫദാലിക അങ്ങനെ അപ്പോൾ അത് 100 മറയാണ് 200ആയി. ഫീ അർബ റക്അത്തിൻ 4 റക്അത്തിലായിട്ട് 200 വട്ടം ഓതി. എന്നാൽ ലം യമുത്ത് ഹത്താ യറ മൻസലഹു ഫിൽ ജന്ന ഔ യുറാലഹു അവൻ്റെ സ്ഥലം സ്വർഗത്തിൽ അവൻ കാണുന്നത് വരെ അവൻ മരിക്കൂല, അല്ലെങ്കിൽ അവന് അതിന് കാണിക്കപ്പെടും. വഖാല അബു ഉമർ പറഞ്ഞു മൗല ജരീർ ഇബ്നു അബ്ദുല്ലാൽ ബജലി അൻ ജരീരിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹീന യദ്ഖുലു മൻസിലഹു നഫത്തിൽ ഫഖറാൻ അഹ്ലി ദാലിക്കൽ മൻസിലി വലൻ ജീറാനി ആരെങ്കിലും വീട്ടിൽ കടക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി എന്നാൽ നഫത്തിൽ ഫഖറ അൻ അഹ്ലി ദാലിക്കൽ മൻസിൽ ഫഖറിനെ ഇല്ലാതാക്കും അവനെ തൊട്ടും അവൻ്റെ അയൽവാസിയെ തൊട്ടും ദാരിദ്ര്യത്തെ ഇല്ലാതാക്കും. വാനസിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു റസൂൽ പറഞ്ഞു മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ ബൂരിക്കലഹു ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു വട്ടം ഓതി അവനിക്ക് അതിൻ്റെ മേൽ ബർക്കത്ത് ചെയ്യപ്പെടും. ഒമൻ ഖറഅ മറത്തൈനി ബൂരിക്കലഹി വല അഹ്ലി ഇനി 2 വട്ടം ഓതിയാലോ അവനും അവൻ്റെ കുടുംബത്തിനും ബർക്കത്തുണ്ടാകും. ഒമൻ ഖറഅ സലാസ മറത്തിന് 3 വട്ടം ഓതിയാൽ ബൂരിക്കലഹി വല ജമീ ജിറാനി അവനും അവൻ്റെ മുഴുവൻ അയൽവാസികൾക്കും ബർക്കത്ത് നൽകപ്പെടും. ഒമൻ ഖറഅ ഇസ്നെ അശറ ഒരാൾ അത് 12 വട്ടം ഓതിയാലോ ഇസ്നത്തെ അശറത്ത ബനല്ലാഹു ലഹു ഇസ്നത്തെ അശറ ഖസ്റൻ ഫിൽ ജന്ന അവന് 12 കൊട്ടാരം അല്ലാഹു സ്വർഗത്തിൽ പണിയും. വതഖുൽ ഹഫലത്തു ആഫിലീങ്ങൾ ആയ മലക്കുകൾ പറയും ഇൻതലിഖൂ ബിനാ നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരിക നൻദുർ ഇലാ ഖസ്രി അഖീന ഞങ്ങൾ കാണട്ടെ ഞങ്ങളുടെ സഹോദരൻ്റെ കൊട്ടാരത്തിലേക്ക് ഞങ്ങൾ നോക്കട്ടെ എന്ന്. ഫൈൻ ഖറാ മിഅത്ത മറ ഇനി 100 വട്ടം ഓതിയാലോ ഗഫറല്ലാഹു അൻഹു ദുനൂബ 50 സന 50 വർഷത്തെ ദോഷം അവന് പൊറുക്കപ്പെടും. ഇനി ഫൈൻ ഖറഅഹ അല്ലേ മിഅത്ത മറ ഗഫറല്ലാഹു ദുനൂബ 50 മാ ഖല ദിമാഅ വൽ അംവാല ദിമാവും മുതലും ഒഴികെ എന്ന് വെച്ചാൽ അവൻ രക്തം ചിന്തുകയോ എന്താണ് കടമുണ്ടാവുകയോ അല്ലെങ്കിൽ സമ്പത്ത് കൊള്ളയടിക്കുകയോ ചെയ്താൽ ഒഴികെ അല്ലേ. ഫൈൻ ഖറഅഹ 400 മറ ഇനി 400 വട്ടം ഓതിയാലോ ഗഫറല്ലാഹു അൻഹു ദുനൂബ 100 സന 100 വർഷത്തെ ദോഷം പൊറുക്കപ്പെടും. ഫൈൻ ഖറഅ അൽഫ മറ ഇനി 1000 വട്ടം ഓതിയാൽ ലം യമുത്ത് ഹത്താ യറ മക്കാന ഫിൽ ജന്ന യുറാലഹു എന്നല്ലേ അവൻ്റെ സ്വർഗത്തിൽ അവൻ്റെ സ്ഥാനം അവൻ മരിക്കുന്നവരെ കണ്ടിട്ടല്ലാതെ ഇല്ല. അവ 1000 വട്ടം ഓതിയാൽ. വൻ സഹൽ ബിൻ സഅദ് സാദി ഖാല സഹൽ ബിൻ സഅദ് സാദി തൊട്ട് ഖാല അദ്ദേഹം പറയുന്നു ശക്ക റജുലൻ ഇലാ റസൂലില്ലാഹ് അള്ളാഹു റസൂലിലേക്ക് ഒരാൾ ആവലാതി ബോധിപ്പിച്ചു അൽ ഫഖറിനെ പറ്റി ദാരിദ്ര്യത്തെ പറ്റി വലിയഖൽ മായിഷ് ജീവിത കുടുസിനെ പറ്റി ആവലാതി ബോധിപ്പിച്ചപ്പോൾ ഫഖാല ലഹു റസൂലുള്ളാഹ് അള്ളാഹു റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു എന്താ പറഞ്ഞത്? റസൂലുള്ളാഹ് പറഞ്ഞു ഇദാ ദഖൽതൽ ബൈത ഫസല്ലിം ഇൻ കാന ഫീ അഹദൻ നീ വീട്ടിൽ കടന്നാൽ നീ വീട്ടിലോ ആരിലുണ്ടെങ്കിൽ സലാം ചെല്ലണം. വലം ജക്കും ഫീ അഹദൻ ഫസല്ലിം അലയ്യ ഇനി ഒരാളും ഇല്ലെങ്കിൽ നീ അലയ്യ എൻ്റെ മേൽ സലാം ചെല്ല. എന്നിട്ട് വഖറ നീ ഓതണം ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തം ഒരു വട്ടം. ഒരു വട്ടം ഓതുക. ഫഖാല റജുലു
അപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ ചെയ്തു. ഫ അദറല്ലാഹു അലൈഹി റിസ്ക, അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് റിസ്ക് നൽകി. ഹത്ത അഫാല അലൈഹി ജീറാൻ, ജീറാനിൻ്റെ മേൽ വരെ എന്ത് ചെയ്തു, അത് ചൊരിച്ചു കൊടുത്തു. അയൽവാസികൾക്കും അള്ളാഹു അതിൻ്റെ കാരണം. വഖാല അനസ് കുന്നാ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂലിൻ്റെ കൂടെ ഞങ്ങളായിരുന്നു. ബി തബൂക്കിലായിരുന്നു. ഫതലത്ത് ഷംസു ബൈളാ ആയിട്ട് ലഹാ ശുആഉം വ നൂറൻ, അപ്പോൾ സൂര്യൻ ഉദിച്ചു, വെളുത്തതായിട്ട്. ലഹാദിന് ശുആഉം വ, അതിന് പ്രകാശമുണ്ട്, കിരണങ്ങളൊക്കെ ഉണ്ട്. ലം അറഹ ഫീമ മല തലാത്ത് കത്തു കദാലിക, അപ്രകാരം ഉദിച്ചതായിട്ട് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഫത്താ ജിബ്രീൽ, അപ്പോൾ ജിബ്രീലുണ്ട്. ഫഖാല ലഹു റസൂലുള്ള, എൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ ജിബ്രീൽ. അപ്പോൾ ഫഖാല ലഹു റസൂലുള്ള, യാ ജിബ്രീൽ മാലി അറ ശംസ തലാത്ത് ബൈളാ ബി ശുആഇൻ ലം അറഹ തലാത്ത് കദാലിക ഫീമ മല ഖത്തു. അപ്പോൾ ജിബ്രീലെ, സൂര്യൻ എന്ത് പറ്റി, അതിങ്ങനെ ഇത്ര പ്രകാശത്തോടും കിരണത്തോടു കൂടി അത് വെളിവായത്, ഇതുപോലെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഫഖാൽ, അപ്പോൾ ജിബ്രീൽ പറഞ്ഞെന്താ, ദാലിക്കലി അന്ന മുആവിയത്തുബ്നു മുആവിയത്തുൽ ലൈസി തൂഫിയ ബി മദീനത്തിൽ യൗം. മുആവിയത്തുബ്നു മുആവിയത്തുൽ ലൈസി ഉണ്ടല്ലോ, അദ്ദേഹം മദീനയിൽ ഇന്ന് വഫാത്തായിട്ടുണ്ട്. ഫബഅസല്ലാഹു 70,000 മലക്കിൻ യുസല്ലൂന അലൈഹി, 70,000 മലക്കുകൾ അള്ളാഹു അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വേണ്ടി അയച്ചു എന്ന്. ഖാല മിമ്മദാലിക്, അപ്പോൾ നബി എന്തിനാണത്? ഖാല, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, കാന യുക്സിറു ഖിറാഅത ഖുൽ ഹുവല്ലാഹു അഹദ് ആനാ ലൈലി വാനാ നഹാരി വഫീ മംശാഹു വ ഖിയാമി വ ഖൂദിഹി. അദ്ദേഹം രാത്രിയിലും പകലിലും അതുപോലെ തന്നെ നടത്തത്തിലും നൃത്തത്തിലും ഇരുത്തത്തിലും എല്ലാം അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് ആധികരിപ്പിക്കുന്ന ആളായിരുന്നു. ഫഅല്ലക യാ റസൂലല്ലാഹി നഖ്വില ലക്കൽ അർള. അണ്ട് ജിബ്രീൽ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് ഞാൻ ഭൂമി ഞാൻ എളുപ്പമാക്കി തരട്ടെ? ഫതുസല്ലി അലൈഹി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മേൽ നിസ്കരിക്കാൻ. അപ്പോൾ ഖാല, നബി പറഞ്ഞു, അതെ. ഫസല്ല അലൈഹി, അപ്പോൾ നബി അദ്ദേഹത്തിൻ്റെ മേൽ നിസ്കരിച്ചു. സുമ്മറ, പിന്നെ മടങ്ങി വന്നു. ദക്റഹു സാലബി, സാലബി ഇത് പറഞ്ഞു, വല്ലാഹു അഅലം. അപ്പോൾ സൂറത്തുൽ തഫ്സീറുൽ ഖുർത്തുബിയാണ് ഈ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.